ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. താനതു സാഖ്യയാനനായിക്കൊണ്ട് വൈദാത്രനും മനസാനന്ദം വളർത്താനാദരാലുര ചെയ്താൻ. ശ്രീപരാശരനും സാഖ്യായന അരുൾ ചെയ്താന്. ശ്രീപരാശരൻ എനിക്ക് പുനരതുപോലെ സാദരം അരുൾ ചെയ്താനിപ്രകാരേണ നിനക്ക് ആദിയേ ചൊല്ലിത്തരാം എന്നുടൻ മൈത്രേയനും പാദജനെന്നാകിലും ദിവ്യനാം വിദുരരോട് അതരാലേതും മടിയാതെ താൻ അരുൾ ചെയ്താന്. ശ്രീഭാഗവതം മുന്നം ആദിനായകൻ തൻ്റെ നാഭിപങ്കജത്തിങ്കൽ ഉൽപ്പന്നനാൻ ചതുർമുഖൻ തന്നുടെ മൂലഗ്രഹിയാഞ്ഞു താൻ പരിഭ്രമിച്ച് അന്വേഷിച്ചനേകായിരം ദിവ്യസംവത്സരം നിന്നുഴന്നേറ്റം വലഞ്ഞത്രയും വിഷണനായി കിന്നനായി കമലമൂലത്തെയും അറിയാതെ സംഭ്രമിച്ചിടും സംഭവിച്ചിടും കാലമേകാത്മജാജഗന്മയൻ തമ്പുരാനൽപ്പം പ്രസാദിക്കയാൽ നിജത്വം സമ്പ്രതി കൃതി തെളിവോടുണർന്നതും ഭക്ത്യാ കമ്പമെന്നിയെ സേവിച്ചാനാനന്ദ സമന്വിതം കാലമൊട്ടേറെ കഴിഞ്ഞിടിനോരനന്തരം ഭൂലോകപാലനായോ രാതിനായകനെയും കാണായി വന്നിതു കിരീടായുധാർക്കവൽപ്രഭം നാനാദിഗ്വ്യാപ്തം ബഹുലാനന്ദകരം പദം ശ്രീവത്സവക്ഷോദേശം ശംഖചക്രാബ്ജഗദാത്യായുധാവൃതം പീതവാസസം ജഗന്നാഥം ഹാരകേയുരകടകാങ്കുലീയ പരിഷ്കാരശോഭിതം നീലനിരതകളേംബരം ശേഷശായിനം തെളിവോടു കണ്ടുണ്ടായ സന്തോഷചേതസാ കൂപ്പി സ്തുതിച്ചാൻ പലതരം വേദാന്തവാക്യാർത്ഥസാരങ്ങളാൽ സ്തുതനായ നാഥനും പ്രസാദിച്ചു നൽകിനാൻ അനുഗ്രഹം. ദാതാപുജകൾ സൃഷ്ടി ചെയ്തരുളിനാൻ നിജ ജാതപങ്കജ ബ്രഹ്മാണ്ടോദരേ മായാമയേ. കേവലമേവം മൈത്രേയാനന്ദാഭുജം നുകർന്ന് ആവിരാനന്ദം വളർന്നിടിന വിദൂരരും ചോദിച്ചാൽ ബ്രഹ്മായുസ്സിനുള്ള കാലാനുക്രമ വേദത്തെ ഓടീശലെന്നിയെ കേൾപ്പാനും കാരുണ്യം വളർന്നരുൾ ചെയ്ത മൈത്രേയനും സാരസപത്രമിളതായവ രണ്ടൊന്നിച്ചാല് നേരിയ ശുചിമുഖം കൊണ്ടു കൈ കടുതായ പുരുഷനെടുത്തതിവേഗമോടുന്നു വിധം പത്രാമതൊന്നും മുറിഞ്ഞീങ്ങു തന്മേൽ ചെന്ന് പറ്റിയിടുന്നതിനിടയിലുള്ളൊരു കാലക്രമം മുൽപ്പാടിങ്ങൽപ്പകാലമെന്നുപോൽ ചൊല്ലിയിടുന്നു. 30 അല്പത്തിനൊരു ത്രുടിയെന്നതും ചൊല്ലും 30 ത്രുടിക്കൊരു കലയും അതുപോലെ 30 കലയ്ക്കൊരു കാഷ്ടിയും തത്തൈവതൽ തൽക്കാലം നിമേഷമെന്നത്രൈവ ചൊല്ലിയിടുന്നു. തൽക്ഷണം കരവിരൽ നൊടിയെന്നതും ചൊല്ലും മാത്രയെന്നതും പറഞ്ഞിട എന്നിരിക്കുമ്പോൾ മാത്ര നാലതിനൊരു ഗണിതമെന്നുണ്ടല്ലോ. കേടോ ഗണിതമൗവണ്ണമേവത്തിനൊന്നും വീർക്കുമീ മനുഷ്യരെല്ലാവരും അറിഞ്ഞാലും വീർപ്പുകൾ അനുക്രമിക്കുന്നവയാറിന്നു താൽപര്യവശാൽ വിനാടികയൊന്നൊന്നായി വരും. നീക്കമെന്നിയെ വിനാടികൾ 60 സൂക്ഷ്മമായൊക്കുന്നേരമായി വരും കടികയും
പ്രാപ്തമാങ്കടികൾ 60 ഭാസ്കരൻ പ്രദക്ഷിണം ഒന്നനുക്രമിക്കുന്നു. വാനവർ നിലയനമായ മേരുവിനെയും മൂലമങ്ങഖിലേശദേശികപാദത്തെയും മാനുഷർക്കഹോരാത്രമായതും അതുതന്നെ. മാനമുറ്റതു 15 വരും പക്ഷം. പക്ഷങ്ങൾ പൂർവാപരദ്വന്ദ്ങ്ങൾ ഒരുമിച്ചും നിൽക്കുമ്പോൾ അഹോരാത്രം 30 ചാന്ദ്രം. മാസമൊന്നതു തന്നെ പിതൃക്കൾക്കഹോരാത്രം. മാസമേരാറാനൃതുവാറു 2 അയനവും. മാസമിങ്ങനെ മേഷാത്യങ്ങളീരാറാകുമ്പോൾ വാസരം 365 കാലം. അപ്പോൾ മാനുഷർക്കാണ്ടൊന്നതും ദേവകൾക്കഹോരാത്രം. മാനങ്ങളവണ്ണം 300 കേവലം ദേവാപ്തമൊന്നായി വരും അതുതന്നെ. ദിവ്യവത്സരമെന്നു ചൊല്ലുന്നതറിഞ്ഞാലും അങ്ങനെയുള്ള ദിവ്യവത്സരം 4000 800 നിന്നൊത്തിയിടും കൃതയുഗം. അന്യേമി 3600 അന്യോന്യമംഗലതമായിഴും ത്രതായുഗം. പിന്നേതു 2000 400 ചെന്നിടുന്നതു മുന്നം ദ്വാപരയുഗമതു. 4200 കലികാലമിങ്ങനെ 12000 ദിവ്യാണ്ടാകുമ്പോൾ ഒത്തിയിടും ചതുയുഗകാലം. അങ്ങതു കഴിഞ്ഞിങ് ഇത്തരം അതുതന്നെ പിന്നെയും വർത്തിക്കുന്നു. തൽകൃതദേതാദ്വാപര കലിയുഗങ്ങൾ സംയുക്തമായി 71 ഒത്തിയിടുമ്പോൾ നിശ്ചയമൊരു മനു തന്നെ കാലം കൂടും. നിർജരേന്ദ്രാണാം പരമായൂരന്തവും വരും. തൽപ്രകാരേണ 14 പേർ മനുക്കളാൽ തച്ചതുയുഗം സഹസ്രോപരി ചതുർദ്വയം വന്നുകൂടിയിടുമ്പോഴതായി വരും പ്രളയമീ പ്രാണികൾക്കതു ദാതാവിന്നൊരു പകലല്ലോ. എത്ര നാൾ കൂടിയിട്ടുണ്ടായി വന്നിതാ പ്രളയമങ്ങ്. അത്ര നാളേക്കും പുനരങ്ങനെ തന്നെ പിന്നെ കിടക്കും ബ്രഹ്മാവിനു രാത്രി പോലറിയാതിൽ ഒടുക്കും മുന്നം പോലെ. പകലുണ്ടത്ര തന്നെ മനുക്കൾ 14 കഴിവോളവും കാലം. തനിക്കു പകലൊടുങ്ങിയിടുമ്പോൾ പ്രളയവും. പിന്നെയും പകലുണ്ടായി വരുന്നു രജനിയും. പിന്നെയും ഉണർന്നു സൃഷ്ടിച്ചവ ഒടുങ്ങുമ്പോൾ മുന്നേതുപോലെ തന്നെ കണ്ടാലും പ്രളയങ്ങു വന്നിടും ഇടതുടർന്നിങ്ങനെ തന്മേലെ. പിന്നെയും പുനരഭിപിന്നെയും ബ്രഹ്മൻ അഹോരാത്രങ്ങൾ അനുക്രമാല് 360 ചെന്നൊടുങ്ങിയിടും കാലം. അർണജോത്ഭവൻ ഒരു സംവത്സരം തികഞ്ഞിടും. അങ്ങനെയുള്ള സംവത്സരങ്ങൾ 100 ആമന്തത്തിങ്കൽ ബ്രഹ്മായുസ്സൊടുങ്ങിയിടും. ആ പ്രളയാനുക്രമം ബ്രഹ്മായുസ്സോളം കാലം നഷ്ടമായി കിടക്കുന്നു. പിന്നെയും സരസിജ സംഭവൻ മുന്നേപ്പോലെ തന്നെ കേവലം ചമഞ്ഞ് അന്നുണ്ട സംഖ്യകം ചൊല്ലുവാൻ അവസാനമില്ലോരോ അവസ്ഥകൾ എല്ലാം ഇങ്ങനെ പറഞ്ഞിടുന്നു മഹാമതേ. മൂലമന്ത്യത്വങ്ങളില്ലൊരു മഹാമായ വേലകൾക്കാത്യന്തമില്ലെന്ന് അറികെടോ സഖേ.
കാലവേദികളായ ദിവ്യന്മാരെല്ലാവരും കാലവൈഭവമനുകാലമെന്ന് അറിയുന്നു. പോകവയെല്ലാം ബ്രഹ്മസൃഷ്ടികൾക്കാധാരമാം ലോകസംസ്ഥങ്ങളെ കൽപ്പിച്ചോരനന്തരം പാലനത്തിനു മനു തന്നെയും കൽപ്പിച്ചുടൻ ഭൂലോകസ്ഥാനെ നിയോഗിച്ചരുളേന ശേഷം ക്ഷോണിയെ പ്രളയാപ്തി തന്നിൽ നിന്നുയർത്തുവാന് ഖോണിയായി നാരായണൻ അപ്തിയിൽ ഇഴഞ്ഞുടൻ ദാനവൻ തന്നെ കൊന്നു ദീനയാം അവനിയേയും സ്ഥാനമംഗലദ്രംഷ്ടാഗ്രേണ ചേർത്ത് അരുളിനാൻ. ഹരേ നാരായണ.